ഹലോ, വെൽക്കം ബാക്ക് ടു ട്രാവേഴ്സ് ലോഗ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളൊരു ഡാഷ് ക്യാമിൻ്റെ അൺബോക്സിങ് റിവ്യൂ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 70 മൈ ഡാഷ് ക്യാം പ്രോ പ്ലസ് ആണ്. ഈ പുറം രാജ്യങ്ങളിലൊക്കെ മിക്ക വണ്ടിയിലും ഈ ഡാഷ് ക്യാം കാണാൻ സാധിക്കും. പിന്നെ അവിടെയൊക്കെ ഇത് ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്നതിൻ്റെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അപകടമോ മറ്റോ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് തെളിയിക്കാനായിട്ട് ഈ ഡാഷ് ക്യാമിൻ്റെ ഫുട്ടേജ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ക്യാമറയുടെ പ്രത്യേകതകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 2.7K അൾട്രാ HD വീഡിയോ റെക്കോർഡിംഗ് ആണ് ഈ ക്യാമറയിലുള്ളത്. കൂടാതെ ആപ്പ് എനേബിൾഡ് വൈഫൈയും ഉണ്ട്. അതായത് കാറിൽ ഇരുന്നുകൊണ്ട് തന്നെ വയർലെസ്സായി നമുക്ക് ഈ ക്യാമറയിലേക്ക് കണക്ട് ചെയ്യാനും അതിലത്തെ ഓപ്പറേഷൻസ് നടത്താനും സാധിക്കും. മറ്റൊരു പ്രത്യേകത, ഇതിൽ GPS ഇൻക്ലൂഡഡ് ആണ്. ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ പാക്കേജിൽ കാണുന്നത് യൂസർ മാനുവലും 2 ഇലക്ട്രോസ്റ്റാറ്റിക് സ്റ്റിക്കറുമാണ്. ഈ ഇലക്ട്രോസ്റ്റാറ്റിക് സ്റ്റിക്കറിൻ്റെ സഹായത്തോടെയാണ് ക്യാമറ നമ്മൾ വിൻഷീൽഡിലേക്ക് ഘടിപ്പിക്കുന്നത്. ഈ സ്റ്റിക്കർ ഉപയോഗിക്കുന്നത് കൊണ്ട് കുറേ നാൾക്ക് ശേഷം ക്യാമറ മാറ്റി ഫിറ്റ് ചെയ്യുകയോ മറ്റോ വന്നാൽ ഈ സ്റ്റിക്കറിൻ്റെ പശയൊന്നും വിൻഷീൽഡിൽ പറ്റിപ്പിടിച്ചിരിക്കില്ല. അതാണ് ഈ ഇലക്ട്രോസ്റ്റാറ്റിക് സ്റ്റിക്കറിൻ്റെ ഒരു പ്രത്യേകത. അടുത്തതായി ക്യാമറ യൂണിറ്റ് ആണ്. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതിനായുള്ള ബട്ടണുകൾ സ്ക്രീനിന് താഴെ കൊടുത്തിട്ടുണ്ട്. മറുവശത്ത് നോക്കിക്കഴിഞ്ഞാൽ ക്യാമറയുടെ പേരും സീരിയൽ നമ്പറും മറ്റ് സ്പെസിഫിക്കേഷൻസും കാണാൻ സാധിക്കും. ഇനി ബോക്സിൽ ബാക്കി എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അത്യാവശ്യം നല്ല നീളമുള്ളൊരു USB കേബിൾ ഉണ്ട് ഇതിൽ. ഈ കേബിൾ പുറമേ കാണാതെ പാനലിനുള്ളിലൂടെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്രയും നീളം നൽകിയിരിക്കുന്നത്. പിന്നെ ഒരു പ്ലാസ്റ്റിക് ഇൻസേർട്ടിംഗ് ടൂളും ഇതിനോടൊപ്പം നൽകിയിട്ടുണ്ട്. കേബിൾ പാനലിനിടയിലേക്ക് തിരികെ കയറ്റാൻ ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഈ കാണുന്ന പ്ലാസ്റ്റിക് പാനൽ ഉപയോഗിച്ചാണ് നമ്മൾ ക്യാമറ വിൻഷീൽഡിലെ ഇലക്ട്രോസ്റ്റാറ്റിക് സ്റ്റിക്കറിലേക്ക് ഒട്ടിക്കുന്നത്. ഇതിൻ്റെ മറുവശത്ത് കാണുന്ന ഈ വെള്ള ഭാഗം ഒരു സ്റ്റിക്കറാണ്. ബോക്സിൽ ഒരു കാർ USB കണക്ടറും തന്നിട്ടുണ്ട്. ഇതിൽ റെഡിൽ മാർക്ക് ചെയ്തിരിക്കുന്ന സോക്കറ്റിലാണ് ക്യാമറയുടെ USB കേബിൾ നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ഇത്രയും സാധനങ്ങളാണ് ഈ ബോക്സിൽ നിന്നും നമുക്ക് ലഭിച്ചത്. ഇതിൽ 2 ഇലക്ട്രോസ്റ്റാറ്റിക് സ്റ്റിക്കറും 2 ക്യാമറ ഫിറ്റ് ചെയ്യാനുള്ള സ്റ്റിക്കറും തന്നിട്ടുണ്ട്. വളരെ നല്ല കാര്യമാണ് ഈ പ്ലാസ്റ്റിക് പാനൽ സെപ്പറേറ്റ് ആയിട്ട് തന്നത്. ക്യാമറ നമുക്ക് ഈസി ആയിട്ട് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. ഈ പ്ലാസ്റ്റിക് പാനൽ കറക്റ്റായിട്ട് ഒട്ടിച്ചതിന് ശേഷം ക്യാമറ നമ്മൾ അതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ മതി. മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വണ്ടി സർവീസ് ചെയ്യാനും മറ്റും കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ക്യാമറ മാത്രമായിട്ട് അതിൽ നിന്ന് ഊരിയെടുക്കാം. തൽക്കാലത്തേക്ക് പവർ ബാങ്കിൽ കണക്ട് ചെയ്ത് ഈ ക്യാമറ ഒന്ന് നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. ഈ ക്യാമറയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു വൈഡ് ആംഗിൾ ലെൻസാണ്. പിന്നെ ഇതിൻ്റെ മറ്റേ സൈഡിൽ ഒരു 2 ഇഞ്ച് ഡിസ്പ്ലേ സ്ക്രീനുമുണ്ട്. മറ്റൊരു പ്രത്യേകത, കാറിൽ ഫിറ്റ് ചെയ്തതിന് ശേഷവും ഈ ക്യാമറയുടെ ലെൻസ് മുകളിലേക്കും താഴത്തേക്കും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ക്യാമറ ഓൺ ചെയ്ത് ലാംഗ്വേജ് സെലക്ട് ചെയ്താൽ ഉടനെ എത്തുന്ന ഒരു വെൽക്കം സ്ക്രീനിലാണ്. ഇതിൽ ക്യാമറയുടെ മോഡൽ നമ്പറൊക്കെ കാണാൻ സാധിക്കും. നെക്സ്റ്റ് സ്ക്രീനിൽ ഇൻഡിക്കേറ്റർ ലൈറ്റ് കളർ കോഡാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൽ ലൈറ്റ് ഗ്രീൻ കളർ ആണെങ്കിൽ ക്യാമറ ഇപ്പോൾ റെക്കോർഡിംഗ് മോഡിലാണ്, ബ്ലൂ ആണെങ്കിൽ നോൺ റെക്കോർഡിംഗ് മോഡിലും, റെഡ് ആണെങ്കിൽ എറർ എന്നുമാണ് സൂചിപ്പിക്കുന്നത്. ക്യാമറയുടെ സ്ക്രീനിൻ്റെ പവർ ഓണും ഓഫും ചെയ്യാനാണ് ഈ വലിയ ബട്ടൺ ഉപയോഗിക്കുന്നത്. അടുത്തതായി കൊടുത്തിരിക്കുന്നത് ഡേറ്റും ടൈമും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇത് ഒന്നില്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റായി ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ മൊബൈലുമായി കണക്ട് ചെയ്തതിന് ശേഷം മൊബൈലിലെ ഡേറ്റും ടൈമും ഈ ക്യാമറയിലേക്ക് സിങ്ക് ചെയ്യാനും സാധിക്കും. നമ്മൾ ഈ കൊടുക്കുന്ന ഡേറ്റും ടൈമും വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ താഴത്തായി കാണാൻ സാധിക്കും. ഈ ക്യാമറയിൽ GPS മോഡ്യൂൾ ഇൻബിൽറ്റായി ഉള്ളതിനാൽ വണ്ടിയുടെ വേഗതയും വണ്ടിയുടെ ലൊക്കേഷനും വീഡിയോയിൽ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ക്യാമറയിലെ എല്ലാ സെറ്റിംഗ്സ് ഓപ്ഷനുകളും
മൊബൈലിലൂടെയോ ക്യാമറയിലൂടെയോ ഓൺ ചെയ്തിടാനും ഓഫ് ചെയ്തിടാനും സാധിക്കുന്നതാണ്. ഈ കാണുന്ന ബാർകോഡ് സ്കാൻ ചെയ്ത് 70 മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അടുത്ത സ്ക്രീനിൽ മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്യാനായി എഴുതി കാണിക്കും. ഞാൻ ഈ ക്യാമറയ്ക്കായി ഉപയോഗിച്ചിരിക്കുന്നത് 128 GB മെമ്മറി കാർഡാണ്. കാർഡ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ തന്നെ അത് ഫോർമാറ്റ് ചെയ്യാനുള്ള ഒരു വാർണിംഗ് തരും. നമുക്ക് ജസ്റ്റ് അത് ഫോർമാറ്റ് ചെയ്ത് അത് യൂസ് ചെയ്യാൻ തുടങ്ങാം. വീഡിയോ സെറ്റിങ്സും സിസ്റ്റം സെറ്റിങ്സും യൂസറിൻ്റെ താൽപ്പര്യപ്രകാരം സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ വൈഫൈ ഹോട്ട്സ്പോട്ട് ഓപ്ഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ക്യാമറയെ മൊബൈലുമായി കണക്ട് ചെയ്യുന്നത്. ക്യാമറയിലെ എല്ലാ സെറ്റിങ്സും മൊബൈൽ ആപ്പ് വഴി തന്നെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ സാധിക്കും. ഈ ക്യാമറയിലെ മറ്റൊരു പ്രധാന ഫീച്ചർ എന്ന് പറയുന്നത് ADAS ആണ്. ഈ ADAS ഓൺ ചെയ്തിടാനും ഓഫ് ചെയ്യാനും നമുക്ക് മൊബൈൽ ആപ്പിലൂടെ സാധിക്കും. ഇതിലെ ADAS എന്ന് പറയുന്നത് ഡ്രൈവറിനെ ചില കാര്യങ്ങളിൽ വാൺ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. ഈ പർട്ടിക്കുലർ ക്യാമറയിൽ ലൈൻ ചേഞ്ച് വാർണിങ്ങും ഫ്രണ്ടിലെ വണ്ടിയായിട്ടുള്ള കൊളിഷൻ വാർണിങ്ങും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഡിറ്റക്റ്റ് ചെയ്യും. അതായത് നമ്മൾ ഹൈവേ കൂടിയൊക്കെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഒരു ലൈനിൽ നിന്ന് മറ്റൊരു ലൈനിലേക്ക് മാറുമ്പോൾ ക്യാമറ ഓട്ടോമാറ്റിക്കായിട്ട് ആ ലൈൻ ഡിറ്റക്റ്റ് ചെയ്തിട്ട് നമുക്കൊരു അലേർട്ട് വാർണിംഗ് തരും. അതായത് നമ്മൾ ലൈൻ ചേഞ്ച് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട്. കൂടാതെ ഫ്രണ്ടിലെ ഒരു വണ്ടിയുടെ വളരെ അടുത്ത് കൊണ്ടുപോയി നമ്മൾ നിർത്തുകയാണെങ്കിലും ഇതൊരു കൊളിഷൻ വാർണിംഗും തരും. സാധാരണഗതിയിൽ ഡാഷ് ക്യാം വിൻഷീൽഡിൻ്റെ സെൻറ്ററിലായിട്ടാണ് ഫിറ്റ് ചെയ്യാറ്. പക്ഷേ ഞാൻ ഫിറ്റ് ചെയ്തത് ഡ്രൈവർ സീറ്റിൻ്റെ കുറച്ച് അടുത്തേക്ക് നീക്കിയാണ്. അങ്ങനെ ചെയ്തതിൻ്റെ ഉദ്ദേശം എനിക്ക് ക്യാമറയുടെ സ്ക്രീൻ എളുപ്പത്തിൽ കാണുന്നതിന് വേണ്ടിയാണ്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. നമ്മുടെ ഫ്രണ്ടിലോട്ടുള്ള വിഷൻ ബ്ലോക്ക് ചെയ്യാത്ത രീതിയിലാണ് ഞാനിത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഞാനിത് എൻ്റെ വണ്ടിയിൽ വയറെല്ലാം പാനലിൻ്റെ അകത്തുകൂടി പോകുന്ന രീതിയിലാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ എൻ്റെ വണ്ടിയിൽ ഞാനിത് താൽക്കാലികമായി യൂസ് ചെയ്യുന്നത് ഒരു പവർ ബാങ്കിൽ കണക്ട് ചെയ്തിട്ടാണ്. നിങ്ങൾക്കിത് സിഗരറ്റ് ലാമ്പിൻ്റെ പോയിൻറ്റിലോ ഇല്ലെങ്കിൽ ഡയറക്റ്റ് കണക്ട് ചെയ്തോ യൂസ് ചെയ്യാവുന്നതാണ്. ഡയറക്റ്റ് കണക്ട് ചെയ്ത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു ഡിവൈസും കൂടി സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. ഈ ഡിവൈസ് ഉപയോഗിച്ചാൽ വണ്ടി 24 മണിക്കൂറും ക്യാമറ സർവൈലൻസിലായിരിക്കും. നേരത്തെ പറഞ്ഞ ADASൻ്റെ ഒരു സാമ്പിൾ ഫുട്ടേജാണിത്. ക്യാമറയുടെ ക്ലാരിറ്റി അറിയാൻ വേണ്ടി 1-2 വീഡിയോ നമുക്ക് കാണാം. ഈ ക്യാമറയുടെ ഒട്ടുമിക്ക ഫീച്ചേഴ്സും ഞാൻ ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായി പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു റിവ്യൂവുമായി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരും ഡ്രൈവ് സേഫ്, സ്റ്റേ സേഫ്.